ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിഗാത്ത സിറ്റി അക്വേറിയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു അക്വേറിയത്തിൽ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ നടത്തുന്ന രണ്ട് ഷോകളാണ്. ഒന്ന് സീലുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഷോയും അതുപോലെ തന്നെ ഡോൾഫിൻ ഷോയും. എല്ലാ ദിവസവും 4 5 തവണകളിലാണ് ഈ ഒരു ഷോ ഇവിടെ നടത്തപ്പെടുന്നത്. അതിൻ്റെ വിവരങ്ങളെല്ലാം അവർ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ സമയം നോക്കി പോകാൻ എളുപ്പമാണ്. ഉച്ചയ്ക്ക് 2:30 സീലുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഷോയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഇൻസ്ട്രക്ടേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സീലുകൾ വട്ടം കറങ്ങുന്നതും ചുമരിൽ ചാരി നിൽക്കുന്നതും പല്ല് തേക്കാൻ വേണ്ടി വായ തുറന്നു കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഓരോ നിർദ്ദേശങ്ങൾ അവ അനുസരിക്കുമ്പോഴും അവർക്ക് പ്രോത്സാഹനമായി മീനുകളെയാണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് മീനുകളെ കൊടുത്തുകൊണ്ടാണ് അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നതും. തൊട്ടപ്പുറത്തായി ചെറിയ സീലുകൾക്ക് മീനിനെ കൊടുത്ത് ട്രെയിൻ ചെയ്യിക്കുന്നതും കാണാൻ കഴിഞ്ഞിരുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഡോൾഫിൻ ഷോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഡോൾഫിൻ ഷോ നേരിട്ട് കാണുന്നത് എന്നതുകൊണ്ട് തന്നെ എനിക്കിത് വളരെയധികം കൗതുകമുള്ള കാഴ്ചയായിരുന്നു. ട്രെയിനറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ശബ്ദമുണ്ടാക്കുകയും കൈകൾ ഇളക്കുകയും കരയിൽ കയറി കിടക്കുകയും വെള്ളത്തിന് മുകളിലൂടെ ചാടുകയും ഒക്കെ ഡോൾഫിനുകൾ ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. മീനുകളെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവയും ട്രെയിൻ ചെയ്യിക്കുന്നത്. മുഴുനീള വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിനു പുറമെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ജെല്ലി ഫിഷുകളാണ്. വെള്ളത്തിൽ കിടന്ന് ജീർണിച്ച എന്തോ ഒരു വസ്തു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവയുടെ ശരീരവും ചലനങ്ങളും. 3 തരത്തിൽപ്പെട്ട ജെല്ലി ഫിഷുകളെ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഒരുപാട് നേരം നോക്കിയെങ്കിലും ഒരു ആന്തരിക അവയവം പോലും അവയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. സുതാര്യമായ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട എന്തോ ഒരു രൂപം വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് പോലെയാണ് ഇവ കാണപ്പെട്ടത്. തീർത്തും തുറന്ന ഒരു പുസ്തകമാണ് ഇവരുടെ ജീവിതം എന്ന് തോന്നിപ്പോയി. കൂന്തൽ ഫ്രൈയും കൂന്തൽ റോസ്റ്റും ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അവരുടെ ലോകത്ത് അവർ ഇത്രയും സുന്ദരന്മാരായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ സമയം ഞാൻ ഇവരെ തന്നെ അങ്ങനെ നോക്കി നിന്നു. അതുപോലെ തന്നെ ഈ ഒരു മത്സ്യവും നമ്മളെ ആകർഷിക്കുന്ന എന്തോ ഒരു പ്രത്യേകത ഈ മത്സ്യത്തിനില്ലേ. ഈ കൂട്ടിലുള്ള മറ്റൊരു മത്സ്യം ഏകദേശം തത്തയുടെ ചുണ്ടിനോട് സമാനമായ രീതിയിലാണ് അതിൻ്റെ ചുണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓടി നടന്നപ്പോൾ പാറക്കെട്ടിലടിച്ച് തല മുഴച്ചതുപോലെയാണ് ദേ ഇവനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. തൊട്ടപ്പുറത്തെ കൂട്ടിൽ ഭീമാകാരന്മാരായ കുറേ തിരണ്ടികൾ സ്വൈര്യവിഹാരം നടത്തുന്നുണ്ട്. ഇനിയും മനോഹരമായ ഒരുപാട് മത്സ്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും എല്ലാത്തിനെയും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതിൽ ഞാൻ ഖേദിക്കുന്നു.